വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നയൻതാരയുടെ മേക്കപ്പ് ലുക്ക്. ഇത് നയൻതാര കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് മേക്കപ്പ് ലുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ ഇന്നത് റീക്രിയേറ്റ് ചെയ്യാൻ പോവുക. ആൻഡ് എൻ്റെ കയ്യിൽ അതേപോലത്തെ ഔട്ട്ഫിറ്റും ആക്സസറീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം പേർപ്പിളിൻ്റെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആണല്ലോ പിങ്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടേക്കുന്നത്. നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ വേറെ ആക്സസറീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേക്കപ്പ് ലുക്കിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ഫേസ് കാണുന്നെങ്കിൽ പ്ലീസ് ടേക്ക് എ മൊമെൻറ്റ് ആൻഡ് ഹിറ്റ് ഓൺ ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഐ അപ്ലോഡ് വീഡിയോ യു ഗെറ്റ് നോട്ടിഫൈഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അധികം സംസാരിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. Crying so much to the poltergeist. Trying to hold on to love, but it's frosting nice time. Much but a light from a falling sky. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാം. ഫസ്റ്റ് കൂടുതൽ അട്രാക്ഷൻ പോയേക്കുന്ന കണ്ണിലാണ്. ലൈക്ക് ഹർ ഐബ്രൗസ് ഭയങ്കര ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് ലൈക്ക് ബോക്സി ടൈപ്പ്. എൻ്റെ പക്ഷേ കുറച്ച് സ്ലാൻഡിങ് ടൈപ്പാണ്. സോ ഐബ്രോസിൽ നമ്മൾ എൻ്റെ ഇതിൽ പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. കണ്ണിലാണ് കൂടുതൽ ലൈക്ക് ഫോക്കസ് പോയേക്കുന്നത്. ലൈക്ക് ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂഡ് കളർ, പിന്നെ സ്മോക്കി ലൈനർ ലൈക്ക് ലൈറ്റ് ലൈനർ, പിന്നെ ലാഷസ് കാജലൊക്കെയാണ് കൂടുതൽ ഫോക്കസ്. പിന്നെ ലിപ്സ് ഭയങ്കര ന്യൂഡ് പേർപ്പിൾ ലിപ്സാണ്. പിന്നെ അതേപോലെ ബേസ് പോയേക്കുന്നതും ഭയങ്കര ലൈക്ക് സട്ടിൽ മേക്കപ്പാണ്. ഇപ്പം ഇത് എൻ്റെ ടേസ്റ്റും കൂടിയാണ്. സോ നമുക്ക് ഫസ്റ്റ് ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫേസ് ആദ്യം പ്രെപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കിൻ ലൈക്ക് ഫേഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫേഷ്യൽ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ഇരിക്കാൻ കാരണം ഈ ഒരു ഫേഷ്യൽ ഓയിലാണ്. ഞാൻ ജസ്റ്റ് 2 to 3 ഡ്രോപ്സേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്താൽ ഫൗണ്ടേഷനൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ ഗ്ലൈഡ് ആവും. പിന്നെ വലിയ കേക്കി ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മളൊക്കെ ഡ്രൈ സ്കിൻകാർ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും സ്കിൻ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും. ബട്ട് ഇതേപോലെ ഒരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്താൽ സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടിരിക്കും ത്രൂ ഔട്ട്. പിന്നെ ജസ്റ്റ് 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഫേസ് മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തന്നത് കണ്ടോ. ഇത് അടിപൊളിയാണ്. അഫോർഡബിൾ റേഞ്ചിൽ പറ്റുന്ന ഒരു നല്ല ഫേഷ്യൽ ഓയിലാണ്. ഓയിലി സ്കിൻകാർക്കും ഭയങ്കര ലൈക്ക് ഫുൾ കവറേജ് ഫൗണ്ടേഷനൊക്കെ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഫേഷ്യൽ ഓയിൽ വേണം. ജസ്റ്റ് 1 ഡ്രോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഓക്സിഡൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ലൈക്ക് ലെയറിങ് ആണ് ചെയ്യേണ്ടത്. ലൈക്ക് ഫസ്റ്റ് ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി ബേസ് പ്രോഡക്ട്സ് ലെയർ ചെയ്യുക. മിക്സ് ചെയ്യാം. ബട്ട് സംടൈംസ് ചില ഫൗണ്ടേഷൻസ് ഓക്സിഡൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ലെയറിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇംപെർഫെക്ഷൻസ് ഉള്ള സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം. കളർ കറക്റ്റും വേണമെങ്കിൽ ചെയ്യാം. ബട്ട് ഇതൊരു ലൈക്ക് ഫുൾ കവറേജ് കൺസീലറാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈവൺ ഔട്ട് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ടാർട്ടിൻ്റെ ഷേപ്പ് ടേപ്പ് കൺസീലറാണ്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ സ്കിൻ ഉണ്ടായിരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷനും ആ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. നല്ല കവറേജ് ഉള്ളൊരു കൺസീലറാണ്. ഇത് മാത്രം മതി. ബട്ട് കുറച്ചും കൂടി ഒന്ന് ഈവൻനെസ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. സെഫോറയുടെ ബെസ്റ്റ്
സ്കിൻ എവർ ഗ്ലോ ഫൗണ്ടേഷൻ. ഇതൊരു ലൈറ്റ് ടു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ആണ്. 1 ഡ്രോപ്പ് ലൈക്ക് കഷ്ടിച്ച് 2 ഡ്രോപ്സ് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇതെൻ്റെ ഫേസ് മൊത്തം ഞാൻ ഡോട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സ്കിന്നിന് ഒരു ഈവൻനെസ് വന്നു. എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് ഒരു കവറേജും കിട്ടി. ഇനി ഈ ഉള്ളത് ബാക്കി ഇച്ചിരി ഒന്ന് ബഫ് ചെയ്തെടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കവറേജ് വേണ്ടെടുത്ത്, കാരണം ഇവിടെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബഫ് ചെയ്ത് കൊടുത്തു. ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു പേർപ്പിളിഷ് അണ്ടർടോൺ ഉള്ള ഒരു ബ്ലഷാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലണ്ടൻ ഗേൾ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ഞാൻ സ്മിട്ടനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇറ്റ്സ് എ ട്രയൽ പാക്ക്. ഫുൾ സൈസ് പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് വലിയ പോപ്പുലർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ലൈക്ക് ഇന്ത്യൻ ബ്രാൻഡാണ്. ഐ ഗെസ് ഇന്ത്യൻ ബ്രാൻഡാണ്, ബട്ട് അത്രയും പോപ്പുലർ ആയിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ. ബട്ട് ഞാൻ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ലിപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ദിസ് കളർ ഈസ് വെരി ഗോർജിയസ്. സോ നമുക്ക് ചീക്സിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ബ്ലെൻഡായി കാണാതായി പോകുന്നുണ്ട്. കുറച്ചും കൂടി പ്രോഡക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല ബട്ടറി പ്രോഡക്റ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്, ബട്ട് ഓവറായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. കുറച്ചുകൂടി പിഗ്മെൻറ്റേഷൻ തന്നെയായിരുന്നു. യെസ്, ദിസ് ലുക്സ് ഫൈൻ. ഐ തിങ്ക് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ട് ആ ഒരു ബ്ലഷ് ഷെയ്ഡ്. ഇനി നമുക്ക് ഐ ഷാഡോ ഒരു പേർപ്പിളിഷ് ബ്രൗണിഷ്, ഒരു പേർപ്പിൾ ന്യൂഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജാക്ലിൻ ഹിൽ വോളിയം 2 പാലറ്റ്, മോർഫിയുടെ തന്നെയാണ്. ഫസ്റ്റ് ഈ ഒരു ലൈറ്റ് പേർപ്പിളും പിന്നെ ഈ ലൈറ്റ് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. എപ്പോഴും ഇതുപോലെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വി പോലെ ചെയ്ത് കൊടുത്താൽ ഐ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻ ആയിട്ടിരിക്കും. അപ്പോൾ ഐ ഷാഡോ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഐ ലൈനറാണ്. തിൻ ഐ ലൈനറാണ് ആൻഡ് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ബ്ലാക്ക് ഐ ഷാഡോ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യാം. ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്മഡ്ജ് ഐ ലൈനർ ലുക്കിനായിട്ട്.
ലാഷ് കേളർ. നല്ല കേളായി വരണമെങ്കിൽ 1 2 3 4 5. കണ്ടോ ആ ഡിഫറൻസ് കണ്ടോ? ഈ ഒരു മസ്കാര യൂസ് ചെയ്യുന്ന ഇത് മേബ്ലിൻ്റെ സ്കൈ ഹൈ ലാഷ് സെൻസേഷണൽ മസ്കാര. എനിക്ക് തോന്നുന്നു ഇനി ഫേക്ക് ലാഷസിൻ്റെ ആവശ്യമില്ലാന്ന്. കാരണം എൻ്റെ ലാഷസ് കണ്ടു, അടിപൊളി മസ്കാരയാണ്. ലൈക്ക് നിങ്ങളുടെ ലാഷസ്, എൻ്റെ ലാഷ് എനിക്ക് നല്ല ലോങ് ലാഷസ് ആണ്, ബട്ട് ഇങ്ങനെ കിടക്കുള്ളൂ, അപ്പോൾ അത് ഒന്നും കാണാറില്ല. ബട്ട് ഇതേപോലെ ലാഷ് കേൾ ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ നല്ല ലൈക്ക് ടച്ച് വുഡ് ഫ്ലഡ്ലി ലാഷസ് ഇങ്ങനെ വളവളാന്നിരിക്കും. സോ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഫേക്ക് ലാഷസ് യൂസ് ചെയ്യാറില്ല. എനിക്ക് ഫേക്ക് ലാഷസ് യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടവുമല്ല. ബിക്കോസ് ഫേക്ക് ലാഷസ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ള ലാഷസും കൂടി പൊഴിഞ്ഞു പോകും. സോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി പൗഡർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പൗഡർ പഫിൽ ജസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന്, ഫുൾ ഫേസ് ഞാൻ ചെയ്യത്തില്ല, കാരണം എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ക്രീസ് ആവാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ മാത്രമേ ഞാൻ പൗഡർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ആൻഡ് ഇതേപോലെ ലൈറ്റ് ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഈ നോസിൻ്റെ ഈ കോർണേഴ്സിൽ, പിന്നെ ലാഫ് ലൈൻസ്, പിന്നെ അണ്ടർ ഐസ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കോൺടോർ ചെയ്യാം. അപ്പോൾ കോൺടോർ ഞാൻ പൗഡർ ലൈക്ക് ബ്രോൺടോറാണ് ചെയ്യുന്നത്, ലൈക്ക് ബ്രോൺസർ ആൻഡ് കോൺടോർ ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട്. ആൻഡ് ഐ എം യൂസിങ് കീക്കോ മിലാനോയുടെ ഈ ഒരു ഇത് ആക്ച്വലി ഒരു ബ്ലഷാണ് ഇൻ ഷെയ്ഡ് സ്മാർട്ട്. അഗെയിൻ സ്മാർട്ട്. ഐ ഹാവ് ലൈക്ക് കീക്കോ മിലാനോയുടെ തന്നെ ലിപ്സ്റ്റിക് ഇൻ ഷെയ്ഡ് സ്മാർട്ട് തന്നെയാണ്. ആൻഡ് അതും ഒരു ബ്രൗൺ. ഐ തിങ്ക് അവരുടെ ബ്രൗൺ എന്നുള്ളൊരു കോമൺ നെയിമാണോ, ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഗെസ്. കാരണം രണ്ട് പ്രോഡക്റ്റിൻ്റെ ഉള്ളത് സ്മാർട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എക്സസ് ഡാബ് ചെയ്തിട്ട് ഇവിടുന്ന് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ കൂടുതൽ ഡെപ്പോസിറ്റ് ഇങ്ങോട്ട് വരും. ആൻഡ് ഫേസിനൊരു ഷേപ്പും കിട്ടും, ജസ്റ്റ് ഒരു വാംത്തും കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഡക്റ്റ്, ലൈക്ക് എൻ്റെ മേക്കപ്പ് റൂട്ടീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുപോലെ കോൺടോർ ബ്രോൺസിങ്. ലൈക്ക് ബ്രോൺസിങ് കോൺടോറിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ ബ്രോൺസിങ് ചെയ്യുന്നതാണ്. എനിക്ക് വലിയ ഫോർഹെഡ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരു ലൈക്ക് ഫോർഹെഡുള്ള ഒരു ഇല്യൂഷൻ തരും. ആൻഡ് നോസ്, ലൈക്ക് എൻ്റെ ഫേവറേറ്റാണ് നോസ് കോൺടോർ ചെയ്യാൻ. ബിക്കോസ് എൻ്റെ നോസ് അല്ലെങ്കിൽ ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നാറുണ്ട് എനിക്ക്. ആൻഡ് എനിക്ക് കുറച്ചൊന്ന് സ്ലിം ട്രിം ആക്കാൻ കണ്ടോ, ഭയങ്കര ഡിഫറൻസ് ആ ഫേസിൽ കൊണ്ടുവരുന്നത്. ലൈക്ക് കോൺടോറിങ് ഇസ് ഗ്രേറ്റ്. നല്ല പോലെ കോൺടോർ ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് ഗെയിമിനെ ഒരു ലെവൽ അപ്പാക്കാൻ പറ്റും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഞാൻ ഫസ്റ്റ് കോൺടോറൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ആയി പോകുമായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്ന മൂക്ക് വളഞ്ഞൊക്കെ പോകുമായിരുന്നു, കാരണം അത്രയ്ക്കും പവർഫുള്ളാണ് കോൺടോറിങ്. ബട്ട് ഇപ്പോൾ എനിക്കൊരു നെക്ക് കിട്ടി. എൻ്റെ ഫേസിന് എങ്ങനെയാണ് കോൺടോർ ചെയ്യണ്ടേ, എങ്ങനെ ബ്ലഷ് ചെയ്യണ്ടേ, ഒക്കെ എനിക്കൊരു നാക്ക് കിട്ടി. അപ്പം നെക്ക് വാട്ട് എവർ ബ്ലഷ് പോയി, കുറച്ചും കൂടെ ഒന്ന്
ഐ ആം ഗെസ്സിങ് ഈ ഒരു പേർപ്പിൾ കളർ ബ്ലഷ് ലൈക്ക് ഐ ഷാഡോന്ന് പേർപ്പിൾ കളർ എടുത്ത് കൊള്ളാവുമെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഈ ഒരു കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല പിഗ്മെൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ. ഐ എം ലൈക്കിങ് ഇറ്റ്. ഗ്രേറ്റ്. പേർപ്പിൾ ബ്ലഷ് ഫസ്റ്റ് ആയിട്ടാട്ടോ ഞാൻ പേർപ്പിൾ ബ്ലഷ് ട്രൈ ചെയ്യുന്നത്. ഐ തിങ്ക് എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അൺയൂഷ്വൽ കളേഴ്സ് നല്ലപോലെ ചേരുന്നുള്ള തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഓറഞ്ച്, പേർപ്പിൾ. അപ്പോൾ ബ്ലഷും കഴിഞ്ഞു, കോണ്ടോറും കഴിഞ്ഞു. ഇനി കാജൽ. ഞാൻ എത്ര നേരിട്ട് അവോയ്ഡ് ചെയ്തൊരു സ്റ്റെപ്പാണ് കാജൽ. ബിക്കോസ് അത് ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഏറ്റവും വലിയ പാടാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കാജൽ റിമൂവ് ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് ഇടാൻ ഭയങ്കര ലൈക്ക് എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണെങ്കിലും മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഓർക്കുമ്പോൾ എനിക്ക് തലറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ലൈക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇത്ര മേക്കപ്പ് ഇടാറുള്ളൂ. അല്ലാതെ ലൈക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഏറ്റവും ലൈക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ഫൗണ്ടേഷൻ BB ക്രീം പോലും ഇടത്തില്ല. കാരണം അത് റിമൂവ് ചെയ്യാനുള്ള മടി കാരണം. ബട്ട് ലെറ്റ്സ് ഡു ദാറ്റ്. കാരണം എത്രയെന്നും പറഞ്ഞാൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നത് അത് ഇല്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. എനിക്കൊരു ഐഡിയ, ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് തന്നെ ലൈക്ക് ചെയ്താലോ എന്ന്. ഇതിനകത്തുള്ള ബ്ലാക്ക് കാജൽ ലൈക്ക് ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. വേണ്ട ക്ലോ. ഇപ്പോൾ മാക്കിൻ്റെ ഈ ഒരു കാജലാട്ടോ യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പം ഒരിക്കലും അവോയ്ഡ് ചെയ്യാത്തൊരു സ്റ്റെപ്പായിരുന്നു കാജൽ. പക്ഷേ പിന്നെ 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 എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമേ. ഗ്രേറ്റ് ജോബ്. ജസ്റ്റ് ഒന്ന് സ്മഡ്ജും കൂടി ചെയ്ത് കൊടുക്കുക. ചെയ്ത ഡാർക്ക് സർക്കിൾ പോലെ ഇപ്പോൾ. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്. അപ്പോൾ ലിപ്സ്റ്റിക് ഒരു പേർപ്പിൾ കൈൻഡ് ഓഫ് നൂഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആൻഡ് ഈ ഒരു പേർപ്പിൾ ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കെ ബ്യൂട്ടീൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇൻ ഷെയ്ഡ് മ്യൂസ്. അപ്പർ ലിപ്സിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഏകദേശം ആ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടാണ്. ബട്ട് ഐ ആം നോട്ട് ലൈക്കിങ് ദിസ് മേക്കപ്പ് ലുക്ക് ഓൺ മീ. ഐ ഡോണ്ട് നോ ലൈക്ക് കാജൽ എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു. ആൻഡ് ബട്ട് ഐ തിങ്ക് ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ടിൻ്റെ കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പം വരാം. Buscaba aún así y por fin te conseguí.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന്, ഈ മേക്കപ്പ് ലുക്ക് ലൈക്ക് എൻ്റെ എഫേർട്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് കുറച്ചൊക്കെ മേക്കപ്പിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലൈക്ക് കുറച്ച് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ ഐ ആം ലവിങ് ദിസ് മേക്കപ്പ് ലുക്ക്. ആൻഡ് ഓൺ ക്യാമറ ഇറ്റ്സ് ലുക്കിംഗ് ഫാബ്. ലൈക്ക് റിയൽ ലൈഫിൽ ബ്ലഷ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് ഒരു ക്ലൗൺ വൈബ്സ് തരുന്നുണ്ട്. ബട്ട് ഇൻ ക്യാമറ ഇറ്റ്സ് ലുക്കിംഗ് ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. ലൈക്ക് മിററിൽ കാണുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് ക്യാമറ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആൻഡ് അപ്പം അത്രേ ഉള്ളൂ. ഈ വീഡിയോ എൻ്റെ വരെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേസ് മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ്സ് 398. സോ ബൈ ദിസ് ടൈം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ 400 അച്ചീവ് ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ മേക്കപ്പ് റിലേറ്റഡ്, ബ്യൂട്ടി ആൻഡ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കോണ്ടന്റ് കാണാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഇതുവരെ ഇത്രയും കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഇറ്റ്സ് ഫ്രീ ഗൈസ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് മോട്ടിവേറ്റ് മീ ടു ഡു മോർ കോണ്ടന്റ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ ബൈ. I can't really help this shit. I'm so hyped.